CPI നേതാക്കളും LDF വിടാൻ ഒരുങ്ങുകയാണ്. ഇസ്മായിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മുന്നണി വിടാൻ കൃത്യമായി ആലോചിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് ബിനോയ് വിശ്വം സുധാകരനുമായി സംസാരിക്കും എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ കാണിക്കുന്ന ഏകാധിപത്യം, ധാർഷ്ട്യം, അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയെ ചതിച്ച രീതി, ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നിരവധിയായ ജില്ലാ കമ്മിറ്റികൾ കൃത്യമായി പ്രമേയം പാസാക്കി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് CPIക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. MM ഹസൻ പറഞ്ഞൊരു വാക്കുണ്ട്, CPIക്ക് അവരുടെ ശക്തി എന്താണെന്ന് അറിയില്ല. ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ചും CPIM കോന കുത്തുന്ന രീതിയിലാണ് CPIയോട് പെരുമാറുന്നത്. അഹംഭാവവും അഹങ്കാരവുമാണ് CPIM കാത്തു സൂക്ഷിക്കുന്നത്. അതിന് മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നാണ് CPI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി CPIയുടെ പ്രബല വിഭാഗം തന്നെ UDFിൽ ചേക്കേറും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ദേശീയ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. ഏതായാലും CPI എന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ UDFിൻ്റെ കൂടെ ചേക്കേറിയാൽ യാതൊരു തർക്കവുമില്ല, അതുകൊണ്ട് യാതൊരു സംശയവും വരികയില്ല. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ജീർണിതമായി കഴിഞ്ഞിരിക്കുന്നു. വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചാണ് പിണറായി വിജയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി അധികാരത്തിൽ എങ്ങനെ വരാം എന്ന് റിസർച്ച് നടത്തുകയാണ് പിണറായി വിജയൻ. അതിന് പകരമായി CPIയെ ബലിയാടാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ കരുക്കൾ ഏറ്റവും ഹീനമായ രീതിയിൽ നടത്താൻ ഒരു മടിയും കാണിക്കാത്ത നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് CPI ഒരു മുഴം മുന്നേ എന്ന രീതിയിൽ ശക്തവും ധീരോദാത്തവുമായ തീരുമാനമെടുക്കാൻ അവർ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇസ്മായിലിനോടൊപ്പം നിരവധിയായ നേതാക്കൾ ശക്തമായി ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ ബിനോയ് വിശ്വത്തിന് വേറൊന്നും പറയാനോ പിടിച്ചു നിൽക്കാനോ കഴിയില്ല. CPIയെ UDFിലേക്ക് കൊണ്ടുപോകുന്നതിനെ ദേശീയ നേതാക്കൾ പോലും എതിർക്കുകയില്ല. ആനി രാജയും D രാജയും ഒക്കെ കൃത്യമായി പറയുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി CPIക്ക് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു രീതിയിലും നേതാക്കൾക്കിടയിൽ സംശയം ജനിപ്പിക്കാൻ കാരണമാകരുത്. കാരണം ഏറ്റവും അപമാനം ഏറിയാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും CPIയെ ചതിച്ചത്. CPIM ആണ് ചതിച്ചത്. അതിന് മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ. തിരുവനന്തപുരത്ത് BJPക്ക് CPIM വോട്ടുകൾ മറിച്ചു കൊടുത്തു എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് CPIM വോട്ടുകൾ തൃശ്ശൂരിലും BJPക്ക് മറിച്ചു കൊടുത്തത്. അതായത് ഈ രണ്ട് പ്രദേശങ്ങളിലും CPIയെ നന്നായി തേച്ചൊട്ടിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള BJPയുമായി ബന്ധപ്പെട്ട ഡീലായിരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്തിനാണ് ഈ അപമാനവും കടിച്ചു പേറി ഇനി ജീവിക്കേണ്ടത് എന്നുള്ളതാണ് CPI ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു തീരുമാനമെന്ന് ദേശീയ നേതാക്കൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന സമയമാണിത്.